ഹായ് ഓൾ, ചാറ്റ് വിത്ത് TSPയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മീതു. ഇന്ന് രാവിലെ തന്നെ മാർക്കറ്റ് ഒരു കൺഫ്യൂസിങ് മാർക്കറ്റ് ആയിരുന്നു. കാര്യം ബാങ്ക് നിഫ്റ്റി ബുള്ളിഷും എന്നാൽ നിഫ്റ്റി ബാരിഷ്നെസ്സും ആയിരുന്നു കാണിക്കുന്നുണ്ടായിരുന്നത്. രാവിലെ തന്നെ നിഫ്റ്റി ബ്രേക്ക് സ്ട്രക്ചറൊക്കെ തന്നൊരു ഡൗൺ സൈഡ് ട്രെൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റി അതേസമയം അപ്സൈഡും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. നമ്മളിന്നൊരു 5 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 SL ഉണ്ടായിരുന്നു, ബാക്കി 3 ടാർഗറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡ് എവിടെയായിരുന്നു, നാളത്തെ ഇമ്പോർട്ടൻറ്റ് സോൺ എവിടെയൊക്കെയാണെന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോവാം. രാവിലെ ഒരു ബുള്ളിഷ് എൻട്രി ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി എടുത്തിട്ട് ഇവിടെ നിന്ന് എൻട്രി പ്ലാൻ ചെയ്തു. പക്ഷേ നമുക്കതിൽ SL എടുത്തു. നല്ലൊരു എൻട്രി ആയിട്ടായിരുന്നു നമ്മുടെ ഒരു മെത്തേഡിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി ആ ടൈമിൽ ബുള്ളിഷ് ആയിരുന്നു. അതുകൊണ്ടൊരു ചെറിയൊരു കൺഫർമേഷനും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ നിന്ന് അപ്സൈഡ് എൻട്രി എടുത്തത്. പക്ഷേ നമുക്ക് SL ആയിരുന്നു. ഈ ഒരു എൻട്രി നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ SL ആണെന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അവിടെ പ്രീമിയത്തിലൊരു 7 പോയിൻറ്റ് SL ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ നമുക്ക് മനസ്സിലായി 2 ഡയറക്ഷനാണ്, നിഫ്റ്റി ബാരിഷ്നെസ് കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ഈ ഒരു ഏരിയയിലോട്ട് വന്നപ്പോൾ ഈ ഒരു ഏരിയയിലെ ലിക്വിഡിറ്റി എല്ലാം കളക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയയിലോട്ട് വന്നപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു ഡൗൺ സൈഡ് എൻട്രി പ്ലാൻ ചെയ്തു. ഈ ഒരു ലോ വരെ അത്രയും വെച്ചില്ല, ഈ ഒരു ഏരിയ വരെ നമ്മൾ ടാർഗറ്റ് വെച്ചു. അത് 1:5 നമുക്ക് ടാർഗറ്റ് കിട്ടി. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇവിടുത്തെ SLും റിക്കവറായി പ്രോഫിറ്റിലായി. അതിനുശേഷം വീണ്ടും ഒരു ഡൗൺ സൈഡ് എൻട്രി. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും റിവേഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് ചെറിയൊരു എൻട്രി എടുത്തു. അതും ഒരു 1:3 നമുക്ക് ടാർഗറ്റ് വന്നു. ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമുള്ള ഒരു എൻട്രി ആയിരുന്നു അതും. ഓക്കെ, അപ്പോൾ അതും നമുക്ക് അത്യാവശ്യം ടാർഗറ്റ് തന്നു. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് ബുള്ളിഷ്നെസ് ആയിരുന്നു നിഫ്റ്റി കാണിക്കുന്നുണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഏരിയയിൽ നമ്മൾ ചെറിയൊരു എൻട്രി ഡൗൺ സൈഡ് വീണ്ടും എടുത്തു. പക്ഷേ അതിൽ നമുക്ക് ചെറിയൊരു SL എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു SL ഒരു 4 പോയിൻറ്റ് SLേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ഈ ഒരു എൻട്രിയിൽ റിക്കവർ ചെയ്യുകയും ചെയ്തു. ഇത് നമ്മുടെ വേറൊരു മെത്തേഡിൽ വരുന്നൊരു എൻട്രിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഉണ്ടായ SL ഈ ഒരു എൻട്രിയോടുകൂടി നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. 1:1 അല്ലെങ്കിൽ 1:2 ആയിരിക്കും ആ ഒരു എൻട്രിയിൽ നമ്മൾ കൂടുതലും ടാർഗറ്റ് വെക്കുക. അതിൽ കൂടുതൽ വെക്കാറില്ല. 1:1 അല്ലെങ്കിൽ 1:2 നമ്മുടെ ആ ഒരു SL റിക്കവർ ആയാൽ നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുവാണ് ചെയ്യാറ്. എപ്പോഴും നമുക്ക് ഇങ്ങനെ SL അടിച്ചു കഴിഞ്ഞാൽ ഒരു എൻട്രി കിട്ടണം എന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഒരു എൻട്രി എടുത്തു. അപ്പോൾ ഇങ്ങനെ 5 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 3 നമുക്ക് ടാർഗറ്റ് തന്നു, 2 SLും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡേ തന്നെയായിരുന്നു ഇന്ന്. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ഇന്ന് നല്ല ബുള്ളിഷ്നെസ് തന്നെയായിരുന്നു. ബാങ്ക് നിഫ്റ്റി അറൗണ്ട് ഒരു 870 പോയിൻറ്റോളം മൂവ് ചെയ്തു. നിഫ്റ്റി ഒരു 190 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്യൂച്ചറിൽ. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ എൻട്രി മെത്തേഡ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നിഫ്റ്റിയിലായിരുന്നു കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ നമ്മൾ ഒരു ചാർട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നോക്കും, നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും നോക്കുമെങ്കിലും കൂടുതലും ആ ഒരു മൊമെൻറ്റും അതുപോലെ തന്നെ പ്രീമിയത്തിൻ്റെ ആ ഒരു മൊമെൻറ്റും ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ അങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്യും. അങ്ങനെയാണ് ഇന്ന് നിഫ്റ്റിയിൽ ഫുള്ള് ട്രേഡും എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ എൻട്രി മെത്തേഡ് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ. പക്ഷേ അത് രണ്ടും അറ്റ് എ ടൈം ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എടുക്കാൻ. അപ്പോൾ നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും, അതാണ്. അപ്പോൾ ഇന്ന് അതാണ് ഉണ്ടായത്. നിഫ്റ്റി ആയിരുന്നു ഇന്ന് ഫുൾ കോൺസെൻട്രേഷൻ. അപ്പോൾ അതിൽ ട്രേഡ് എടുത്തു. നമ്മുടെ ഈ ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം നോക്കാം. നമ്മുടെ ഓപ്ഷൻ മെമ്പേഴ്സ് കുറച്ച് പേരുണ്ട്, അവർ ചിലർ നിഫ്റ്റി നോക്കാറില്ല, ബാങ്ക് നിഫ്റ്റി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. അങ്ങനെ ട്രേഡ് എടുക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു മെത്തേഡ് വരുമ്പോൾ അതിലെടുക്കാം. അങ്ങനെയാണ്. രണ്ടും ചെയ്യുന്നവരും ഉണ്ട്. ചിലവർക്ക് രണ്ടും അറ്റ് എ ടൈം പറ്റിയെന്ന് വരില്ല, ഒന്ന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യും. അത് ഇഷ്ടം, നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നാളത്തെ ഇമ്പോർട്ടൻറ്റ് സോൺ നമുക്ക് മാർക്ക് ചെയ്യാം. നിഫ്റ്റിയുടെ കേസിലൊരു ബൈയിങ് സോൺ ഉണ്ട്, ഞാനൊന്ന് പറയാം. 21,690യും അതുപോലെ 21,740യും. 2 ചെറിയ സോൺ പറയുവാണെങ്കിൽ 21,690യും അതുപോലെ 21,709ഉം. മറ്റൊരു സോൺ 21,721ഉം അതുപോലെ 21,729ഉം. അപ്പോൾ ഇതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ മുന്നേ ടച്ച് ചെയ്യാത്ത സോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ ഒരു ട്രേഡ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സോൺ ഒരു എക്സ്ട്രാ കൺഫർമേഷനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 1 ഡേ ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ അധികം ചേഞ്ച് ഒന്നുമില്ല. ഇന്ന് ചെറിയൊരു ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ടായിരുന്നു മാർക്കറ്റിൽ. നിഫ്റ്റിയുടെ കേസിലും സെയിം തന്നെയാണ്, ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിഫ്റ്റി നല്ല ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ്. പക്ഷേ ബാങ്ക് നിഫ്റ്റി ചെറിയൊരു ബാരിഷ്നെസ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ചാർട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റാസ് എല്ലാം നെഗറ്റീവ് തന്നെയാണ്. FIA ആണെന്നുണ്ടെങ്കിൽ ഒരു 17% ലോങ് പൊസിഷനിലും 34% ഷോർട്ട് പൊസിഷനിലുമാണുള്ളത് കറൻ്റ്ലി. അതുപോലെ DIA 11%
ലോങ് പൊസിഷനിലും 16% ഷോർട്ട് പൊസിഷനിലുമാണ് ഉള്ളത്. അപ്പോൾ ഓവറാൾ നോക്കുവാണെങ്കിൽ ഡേറ്റ ബാരിഷ്നെസ് ആണ് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയാൽ ബുള്ളിഷ്നെസ്സും ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയാൽ ചെറിയൊരു ബാരിഷ്നെസ്സുമാണ്. അപ്പോൾ നമുക്കൊരു കൺഫേം ചെയ്തൊരു ഡയറക്ഷൻ പറയാനായിട്ട് ഇപ്പോൾ പറ്റുന്നില്ല. നമുക്ക് നോക്കാൻ വഴിയേ പറയാം. ഓക്കെ, അപ്പോൾ ഇനി മൺഡേ കാണാം. താങ്ക്